എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് നാളത്തെ ദിവസം നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്ന ഷെയറുകളാണ്. അപ്പോൾ ഏകദേശം ഈ 20 ഷെയറോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലൊരെണ്ണം മൈനസ് നിൽക്കുന്ന ഷെയറാണ് സോളാർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ട്രേഡ് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ സാധാരണ ട്രേഡ് എടുക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഷോർട്ട് സെല്ലാണ്. CPR സ്ട്രാറ്റജി വെച്ചിട്ടുള്ള ഷോർട്ട് സെല്ലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ CPRനെ പറ്റി സാധാരണ ആൾക്കാർ മനസ്സിലാക്കി വെച്ചേക്കുന്നത് പോലല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അതിൻ്റെ ഞാൻ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുപോലെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങൾ അവിടെ നോക്കി അത് കണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി, പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഞാൻ പറയുന്ന രീതിയിലുള്ള ട്രേഡ് എടുക്കുക. അത് മനസ്സിലാകാത്തവർ ആദ്യമേ വീഡിയോ കണ്ട് അതിൻ്റെ പേപ്പർ ട്രേഡ് ചെയ്ത് കുറച്ച് ദിവസം നോക്കി മനസ്സിലാക്കുക. അതിന് ശേഷം മാത്രം നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ 20 ഷെയറാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനിപ്പോൾ ഇതിൽ സോളാർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഷെയർ ഞാൻ മൈനസിലാണെങ്കിലും ഇട്ടിരിക്കാൻ കാരണം അത് നാളെ നല്ല വീക്കാകാൻ ചാൻസ് ഉള്ളൊരു ഷെയറാണ്. അപ്പോൾ ഈ ഷെയറിനകത്ത് നമ്മൾ ചാൻസ് എടുക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇതിൻ്റെ ആവറേജ് വന്നിട്ട് 8769 ഇത് ഓപ്പണിങ്ങിൽ എന്തെങ്കിലും ഈ റേഞ്ച് അതോ 8800 റേഞ്ചിലോ പോയിട്ട് ഈ ആവറേജ് ട്രേഡ് പ്രൈസിന് താഴെ ട്രേഡാകാൻ തുടങ്ങും നമുക്ക് ചാൻസ് എടുക്കാം. ആ സമയത്ത് വന്നിരിക്കുന്ന ഹൈ സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ആ ഒരു മൈനസിലുള്ള ഷെയർ എടുത്തിട്ടിരിക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള ഷെയറിനകത്ത് ഒരു 15% മുകളിലുള്ളത് 4 ഷെയറുണ്ട്. നവകാർ കോർപ്പറേഷൻ, ഇത് MVGJL എന്ന് പറഞ്ഞാൽ ലോഡ്സ് ക്ലോറോ, ഹൈടെക് ഗിയർ. ഈ 4 ഷെയറിനകത്ത് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ഈ 20% 80% ഉള്ള ഈ R1 റേഞ്ചിലോട്ടൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. നോക്കിക്കേ, നവകാർ കോർപ്പറേഷൻ ഒരു 5 രൂപയുടെ മുകളിൽ പോയാൽ അത് R1 എടുത്ത് വരും. ഈ ലെവലിന് മുകളിൽ പോയിട്ട് ഇത് ഇറങ്ങുവാണെങ്കിൽ നമുക്കിവിടെ ചാൻസ് എടുക്കാം. അതല്ല അടുത്ത ലെവലിലോട്ടാണ് പോകുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഈ ലെവൽ കട്ട് ചെയ്യാതെ നേരെ അടുത്ത ലെവലിലോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം 117, 18, 19 ഒക്കെ പോയിട്ട് 116 താഴോട്ടിട്ട് ഇടാൻ തുടങ്ങുമ്പോൾ നമ്മൾ സെല് ചെയ്യുക. ആ സമയത്ത് വന്നിട്ടുള്ള ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. ഇപ്പം ഈ MVGJL ഇതെല്ലാം ചാൻസ് ഉള്ളത്. ഇതിനും 216 ക്ലോസിങ്, 236 R1. അപ്പോൾ ഒരു ഹെവി മൂവ്മെൻറ്റ് ഓപ്പണിങ് കിട്ടിയാൽ ഈ റേഞ്ച് വരാം. അതല്ല നമുക്കാകെ നമ്മൾ നോക്കുന്ന ലെവലുകൾ ഒന്ന് ഇന്നത്തെ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ അവിടെ എൻട്രി എടുക്കാം. അതല്ല R1, R2, R3, R4 ഏത് റേഞ്ചിലാണോ പോയിട്ട് ഫസ്റ്റ് റിവേഴ്സ് ആവുന്നത് അവിടെ എൻട്രി എടുക്കുക. അതിന് മുകളിൽ കൊണ്ട് അന്നേരം വന്നിട്ടുള്ള ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. ഇനിയും ഈ പ്രീവിയസ് ഡേ ഹൈ, അതായത് ഈ ഹൈയും വരുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ഷെയറിന് അത് നമ്മൾ ആവറേജ് ട്രേഡ് പ്രൈസ് ചെയ്യുന്ന താഴ്ന്നോ നോക്കിയിട്ട് നമ്മൾ ചാൻസ് എടുക്കും. അപ്പോൾ ഇതിനകത്ത് ആവറേജ് ട്രേഡ് പ്രൈസിന് ഇപ്പം ഇത് കണ്ടില്ലേ, ആവന്തി ഫീഡ് എന്ന് പറയുന്നതിൻ്റെ ഈ ക്ലോസിങ് വന്നിട്ട് 508.50, ആവറേജ് ട്രേഡ് പ്രൈസ് വന്നിട്ട് 505.79. അപ്പോൾ ഇതിൽ വന്നിട്ട് ഈ ഷെയർ ചിലപ്പോൾ ഒരു 510, 12 ഒക്കെ പോയിട്ട്, അതല്ല ഈ 517 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഈ 517 താഴെ വരുന്ന സമയത്ത് എൻട്രി എടുത്തിട്ട് ആ സമയത്ത് ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. അതല്ല ഈ 517 വരുന്നില്ല, ഓപ്പണിങ്ങിൽ 510, 11 ഒക്കെ പോയിട്ട് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കേണ്ടത് ഈ ലെവലിലാണ്, 505.79. അതായത് 506 താഴെ നിൽക്കുമെന്ന് കണ്ടാൽ നമ്മൾ നല്ല രീതിയിൽ അവിടെ ഷോർട്ട് സെൽ ചെയ്യാൻ പറ്റും. നമുക്ക് ആ സമയത്ത് ഹൈ പക്ഷേ സ്റ്റോപ്പ് ലോസ് ഉണ്ട് വരും. അപ്പോൾ 510, 12 ആണെങ്കിൽ 5-6 രൂപയുടെ ഒരു റിസ്ക് എടുക്കേണ്ടി വരും. എന്നാലും ആ റേഞ്ചിൽ നിന്ന് അങ്ങനെ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ചാൻസ് താഴെ പോകാൻ ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ ലിൻഡ ഇന്ത്യ ശ്രദ്ധിക്കുക. ലിൻഡ ഇന്ത്യ 6000, ഇത് വോളിയം കുറവാണ്. അപ്പോൾ ഇതിനകത്ത് ചെറിയ ട്രേഡ് 10 ഷെയറിലൊക്കെ 1000 രൂപ കിട്ടും. ഇന്ന് സോളാർ ഇൻഡസ്ട്രീസ് ചെയ്തോലെ, സോളാർ ഇൻഡസ്ട്രീസിൽ വെറും 10 ഷെയറിൽ എനിക്ക് 1700 രൂപ കിട്ടി 2 മിനിറ്റ് കൊണ്ട്. പക്ഷെ അത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ 10 ഷെയറിൽ 5000 രൂപ പ്രോഫിറ്റാണ്. ഏകദേശം 500 രൂപ ഇറങ്ങിപ്പോയി. അതുപോലെ തന്നെയാണ് ഈ ലിൻഡ ഇന്ത്യയും.
എനിക്ക് തോന്നുന്നത് ഇതൊരു പ്രാവശ്യം ഈ R1 മുകളിൽ കയറിപ്പോവും. 7000 മുകളിൽ പോയിട്ട് തിരിച്ച് ഈ ലെവൽ ഇറങ്ങുവാണെങ്കിൽ എൻട്രി എടുക്കുക. അതല്ല ഇത് ഹെവി മൂവ്മെൻ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പം ഓപ്പണിങ്ങിൽ ഒറ്റയടിക്ക് ഈ ലെവലിനോ അതോ ചിലപ്പോൾ ഈ R2 ഒക്കെ വരാം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ചാൻസാണ്. പെട്ടെന്ന് നമുക്ക് എൻട്രി എടുത്ത് നല്ലൊരു പ്രോഫിറ്റിൽ വെളി വരാൻ പറ്റും. അപ്പോൾ ലിൻഡ ഇന്ത്യ പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേങ്കിൽ അതിൽ നമ്മളെന്ത് ചെയ്യരുത്, ക്വാണ്ടിറ്റി വെച്ച് ട്രേഡ് എടുക്കരുത്. ആവന്തി ഫീഡ് ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണ് നോക്കുക, ഹൈ വരുന്നില്ല എങ്കിൽ ഈ ആവറേജ് നോക്കുക. അതുപോലെ ബാക്കിയുള്ള ഷെയറിനത്തിൽ ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഈ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുക, അതല്ലെങ്കിൽ R1 R2 R3 റേഞ്ച് ഇറങ്ങുക, അതല്ലെങ്കിൽ ഈ ആവറേജ് ട്രേഡ് പ്രൈസ് നോക്കുക. ആവറേജ് ട്രേഡ് പ്രൈസ് വേറെ ഷെയറുകളുണ്ട് ചാൻസ് ഉള്ളത്. ഇപ്പോൾ ജിന്ദാൽ പോളി ശ്രദ്ധിച്ചോണം. ജിന്ദാൽ പോളി ക്ലോസിങ് 532 അതിൻ്റെ ആവറേജ് ട്രേഡ് പ്രൈസ് 546. ഈ ഷെയർ ചിലപ്പോൾ ഓപ്പണിങ്ങിൽ ഒരു 550 പോയിട്ട് ഈ ആവറേജിന് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ജിന്ദാൽ പോളി. അതുപോലെ ഗബ്രിയേലും ഏകദേശം ഇതുപോലെ ആവറേജിന് താഴെ, അതായത് ഹൈ അടിക്കാതെ ഇറങ്ങുവാണെങ്കിൽ ഇത് ആവറേജ് പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ, അതായത് ഇപ്പം 329.55 ഇന്നത്തെ ക്ലോസിങ്, നാളെ ഒരു 336 37 പോയിട്ട് ഈ 34.93 താഴോട്ട് വരികയാണെങ്കിൽ ഗബ്രിയേലിനകത്തും ചാൻസ് എടുക്കാം. സെൻസാർ ടെക്നോളജി, ഇതെല്ലാം നല്ല ഈ റേഞ്ച് പ്രീവിയസ് ഡേ ഹൈ എന്ന R1 എന്ന ചാൻസ് വരാൻ സാധ്യതയുള്ള ഷെയറുകളാണ് ഇതെല്ലാം. സെൻസാർ ടെക്നോളജി ഒന്നുകിൽ അതും ഇതുപോലെ തന്നെ കണ്ടില്ലേ, ഒരു 590 റേഞ്ചിൽ പോയിട്ട് ഈ ആവറേജ് ട്രേഡ് പ്രൈസ് പോവുകയാണെങ്കിൽ ഓക്കെ. അതല്ല എങ്കിൽ ഹൈയുടെ അവിടെ നോക്കുക. അതല്ല ഈ ഹൈയും R1 തമ്മിൽ ഏകദേശം അടുത്തടുത്താണ്, 2-3 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ 4 രൂപയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഓപ്പണിങ്ങിൽ ഹെവി മൂവ്മെൻറ്റ് വരുവാണെങ്കിൽ 610 15 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഈ 608 90 താഴോട്ട് വരുമ്പോൾ എൻട്രി എടുക്കുക. ഹൈടെക് ഗിയർ വോളിയം കുറവാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതിനകത്ത് ഓപ്പണിങ്ങിലൊക്കെ ചിലപ്പോൾ ഈ R1 ഒക്കെ വരാം. അങ്ങനെ വരുവാണെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. ലെവലുകൾ വന്നിറങ്ങുമ്പോൾ മാത്രമേ അതിലൊക്കെ എൻട്രി എടുക്കാവൂ. ഈ സുവാരി ഇൻഡസ്ട്രീസ് ഒന്നും നോർമൽ ഈ ട്രേഡിങ്ങിന് കിട്ടാൻ ചാൻസ് കുറവാണ്. ചില ബ്രോക്കേഴ്സ് മാത്രമേ ഇതൊക്കെ അലോ ചെയ്യത്തുള്ളൂ. അത് ASM ലിസ്റ്റിലുള്ള ഷെയറാണ്. അതിനുശേഷം ഷോപ്പേഴ്സ് സ്റ്റോപ്പ് നോക്കുക. അതും R1 R2 റേഞ്ച് വന്നിട്ട് ഇറങ്ങുമ്പോൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെ നിന്ന് എടുക്കുന്നത് ശരിയാണെന്ന് തോന്നില്ല ഇതിനകത്ത്. ഈ R1 R2 ലെവൽ, R1 ഇപ്പോൾ 790 95 വന്നിട്ട് ഈ 56 വരുവാണെങ്കിൽ ചാൻസ് എടുക്കാം. 800 മുകളിൽ പോയാൽ ഒരു പ്രാവശ്യം ഇത് ഈ R2 മുകളിൽ പോയിട്ട് ഇറങ്ങാൻ ചാൻസ് ഉള്ളു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ ഗോഡ്ഫ്രേ ഫിലിപ്പ് 3130 ക്ലോസിങ്, 3102 ആവറേജ് ട്രേഡ് പ്രൈസ്. ഇതിനകത്ത് വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഈ ഹൈ ഓപ്പണിങ്ങിലെങ്ങാണ് അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. R1 ഇപ്പോഴത്തെ ഇന്നത്തെ അതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല R1 വരുമെന്ന് തോന്നുന്നില്ല. ഇത് തന്നെ വന്നാൽ വലിയ ഭാഗ്യം. ഈ ഇന്നത്തെ ഹൈയുടെ മുകളിൽ ഒരു പ്രാവശ്യം ട്രേഡായാൽ തന്നെ അതിനകത്ത് ചാൻസ് താഴെ ഇറങ്ങുമ്പോൾ ചാൻസ് എടുക്കാം. ഈ യൂണോമിൻഡ എന്ന് പറയുന്ന ഷെയർ, അതും R1 റേഞ്ചിൽ നിന്ന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നാളത്തെ നോക്കി ചെയ്യുക. ഞാൻ പറഞ്ഞ ലെവലുകളിൽ മാത്രം, ലെവൽ പോയിട്ട് ഇറങ്ങുമ്പോൾ മാത്രം ചാൻസ് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തേനുള്ള. ഇതിനകത്തുനിന്ന് എന്തായാലും നമുക്കൊരു 5-6 ഷെയറെങ്കിലും നല്ല രീതിയിൽ ചാൻസ് തരും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡിങ്ങിന് നമുക്ക് ചാൻസ് തന്ന ഷെയറുകൾ നോക്കാം. ഇന്നലെ നമ്മൾ 16 ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ചാൻസ് തന്ന ഒരു 7-8 ഷെയറോളം തന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേതൊക്കെ ഒരു 4-5 ഷെയർ ഞാൻ കാണിച്ചു തരാം. കൊച്ചിൻ ഷിപ്പ്യാർഡ് നോക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡ്
കൊച്ചിൻ ഷിപ്പയുടെ നോക്കുക, ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു, കുറച്ച് താഴോട്ട് പോയി നേരെ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. നമ്മളപ്പോൾ ഇവിടെ എൻട്രി എടുക്കും. 904 റേഞ്ചിലെടുത്താൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ 856 കിട്ടുന്നുണ്ട്. പിന്നെ അത് ആ ലെവലിൽ തന്നെ നിൽക്കുന്നു. ലാസ്റ്റ് ആയപ്പോൾ വീണ്ടും താഴോട്ട് തന്നെ പോയി 870, അതായത് 34 രൂപ പ്രോഫിറ്റ് ഈവനിങ് വരെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഈ 34 രൂപയുടെ ആവശ്യമില്ല. നമുക്കിവിടെ ഒരു 10-15 രൂപ കിട്ടുമ്പോൾ നമുക്ക് ഈസിയായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അതും 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അതിനകത്ത് ചാൻസ് വരുന്നുണ്ട്. അതുപോലെ സ്വാൻ എനർജി ഓപ്പണിങ് R1 അടുത്തായിരുന്നു. R1 അടുത്ത് ഓപ്പണായി R1 മുകളിലോട്ട് കയറി തിരിച്ചിറങ്ങി. നമ്മളിവിടെ എൻട്രി അങ്ങ് എടുക്കും. നമ്മൾ പറയുന്നത് ഏതാ, ഈ ഒന്നീ പ്രീവിയസ് ഡേ ഹൈ, അതല്ല R1, R2, R3, R4, ഇത് R1 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങി. അപ്പോൾ നമ്മൾ R1 ഇവിടെ എൻട്രി എടുക്കും. ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ്. നമ്മളിവിടെ എൻട്രി എടുക്കുമ്പോൾ എത്രയാണ്, 583 റേഞ്ചിൽ എൻട്രി എടുത്താൽ 587, 4 രൂപയുടെ റിസ്ക്കേ ഉള്ളൂ. നോക്കി 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ 583 എടുത്താൽ 561 വരെ 22 രൂപ പ്രോഫിറ്റ്. പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 551, 30 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണമെങ്കിൽ കണ്ടില്ലേ, കണ്ടിന്യൂസ് ഇറങ്ങും. പിന്നെ ഇവിടെയാണ് ഇച്ചിരി ഒന്ന് സ്റ്റേബിളായത്. പിന്നെ ലാസ്റ്റ് ടൈമിൽ കുറച്ച് കയറി വന്നു, അത്രയേ ഉള്ളൂ. അതിനുശേഷം സോളാർ ഇൻഡസ്ട്രീസ് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. അതിനകത്തൊക്കെ ധൈര്യം ഇല്ലെങ്കിൽ പണി കിട്ടും ആൾക്കാർക്ക്. ഇത് കണ്ടില്ലേ, ഓപ്പണിങ്ങിൽ അത് ഇവിടെ ഈ ക്യാൻഡിൽ ഇത് CPR മറയ്ക്കുമ്പോൾ കാണാം, കണ്ടില്ലേ. ആ പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെ നിന്ന് 2-3 രൂപയുടെ വ്യത്യാസത്തിൽ ഹൈ അടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത്. പക്ഷെ അവിടെ എടുക്കാൻ സമയം കിട്ടില്ല, പെട്ടെന്നാണ് ഇറങ്ങി വരുന്നത്. അപ്പം ഇവിടെ എൻട്രി എടുക്കാൻ കിട്ടിയില്ല. അതിനുശേഷം ഇവിടുന്ന് 2975 എന്നത് 2975 റേഞ്ച് ചെയ്യുന്നത് ഇവിടെ വരെ വന്നു, 2505 വരെ വന്നു. എന്നിട്ട് ഇങ്ങനെ നോക്കി കണ്ടില്ലേ, CPRൻ്റെ ലോ ലെവലിൽ കണ്ടിന്യൂസ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുക. CPRൻ്റെ ആ ഒരു ബ്യൂട്ടി നോക്കിക്കോണം. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിന് വേണമെങ്കിൽ ഇച്ചിരി താഴോട്ടിറങ്ങി ഇങ്ങനെ ചെയ്താൽ പോരെ. എന്തുകൊണ്ടാണ് ഇവിടെ CPR എല്ലാം സപ്പോർട്ട് എടുത്ത്, അത് നമ്മൾ ചിന്തിക്കണം. പിന്നെ ഒരൊറ്റ പോക്ക, വൺ സൈഡ് പോക്കാണ് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക, എവിടെ പോയാണ് തിരിയുന്നതെന്ന് നമ്മൾ നോക്കുക. ഞാനിത് 8900 തൊട്ട് ഞാൻ വാച്ച് ചെയ്യാൻ തുടങ്ങി. 8900 അധികം ടൈം എടുക്കുന്നില്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് പോയി നേരെ പോയി 9290 വരെ അടിച്ചു. ഇതിന് മുകളിലോട്ട് വേണം നമ്മൾ എൻട്രി എടുക്കത്തില്ല. ഇത് 9290 അടിച്ചു, നേരെ വന്ന് R1 താഴോട്ട് ട്രേഡായി ഞാൻ എൻട്രി എടുത്തു. R1 താഴെ ട്രേഡായി ഞാൻ 9198 റേഞ്ചിൽ നിന്ന് എടുത്തു. 2 മിനിറ്റ് ഞാനത് എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. 2 മിനിറ്റ് കൊണ്ട് ഞാനത് കവർ ചെയ്തു. 2 മിനിറ്റിൽ 10 ഷെയറുകൾ 1700 രൂപ പ്രോഫിറ്റ്. പക്ഷേങ്കിൽ ഞാനത് ഇവിടുന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു. 9198 അടിച്ച ഷെയർ വെയിറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ നോക്കി 8458 വരെ വന്നു. ഏകദേശം 650-700 രൂപ താഴെ പോയി. ടൈം നോക്കണം, ഇത് 1:25 തുടങ്ങി 1:25, 2:25, 3:20, 2 മണിക്കൂർ ചുമ്മാ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായി. ഇവിടെ ഒരു എൻട്രി എടുത്തിട്ട് തിരിച്ച് എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ നല്ലൊരു, ഇപ്പോൾ 100 ഷെയർ എന്തെങ്കിലും എടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഹെവി പ്രോഫിറ്റാണ്. 100 ഷെയർ എത്ര രൂപ കിട്ടും? 65,000 രൂപ പ്രോഫിറ്റ് കിട്ടും. പക്ഷെ നമ്മളങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇതിനകത്തിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. നോർമൽ ട്രേഡേഴ്സ് പേടിച്ചു പോകും, ചെറിയ ക്ലയൻറ്റ്. പിന്നെ വലിയ ഹെവി ട്രേഡോ കണ്ടിന്യൂസ് ട്രേഡ് ചെയ്യുന്നത് ഇപ്പം എനിക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എനിക്കാണെങ്കിലും പേടി വരും. ക്വാണ്ടിറ്റി അടിച്ചു കഴിഞ്ഞാൽ പേടി വരും. ഞാനതുകൊണ്ട് ക്വാണ്ടിറ്റി അതിനകത്ത് ട്രേഡ് എടുത്തില്ല. ഓക്കെ, സോളാർ ഇൻഡസ്ട്രീസ്. അതിനുശേഷം SJVN ഇന്നലെ കണ്ടില്ലേ, കണ്ടിന്യൂസ് ആൾക്കാരെ പറ്റിച്ച് മുകളിലോട്ട് കയറി പോകുമായിരുന്നു. മുകളിലോട്ട് കയറും, തിരിച്ച് കുറച്ചിറങ്ങും, ആൾക്കാർ ഷോർട്ട് അടിക്കും, അവർക്ക് പെട്ടെന്ന് പിന്നെ ഹൈ അടിക്കും, പിന്നെ താഴെ വരും, കുറച്ച് കഴിയും, പിന്നെ അങ്ങനെ. പക്ഷേ നമുക്ക് ലെവലേ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ എൻട്രി എടുക്കുന്നില്ല. ഇവിടെ ലെവൽ കട്ട് ചെയ്തിട്ട് പിന്നെ ഇറങ്ങുന്നേ ഇല്ല, നേരെ കയറി അങ്ങ് പോകുമായിരുന്നു. പക്ഷേ ഇന്ന് കറക്റ്റ് ഈ ലെവലിന് മുകളിൽ പോയി, R1 മുകളിൽ പോയി ഇറങ്ങി. ഇവിടെ എൻട്രി എടുത്തിട്ട് നമ്മൾ 130 റേഞ്ചിലോ എൻട്രി എടുത്താൽ നമുക്ക് 125, 5 രൂപയുടെ പ്രോഫിറ്റ് ഇങ്ങനെ. പിന്നെ തിരിച്ച് കയറി വരുന്നു, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോകുന്നു, വീണ്ടും തിരിച്ച് വരുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതാണ് 131 റേഞ്ചാണ്. ലാസ്റ്റിലത് 122 വരെ വന്നു. നല്ല പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട് ആ ഷെയർ. ചെറിയ ഷെയറൊക്കെ ട്രേഡ് എടുക്കുന്നവർക്കൊക്കെ നല്ലതായിരുന്നു അത്.
അതിനുശേഷം റെസ്പോൺസീവ് എന്ന് പറയുന്ന ഈ ഷെയർ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി. ഇതിൻ്റെ ഇവിടെ നോക്കിയാൽ മതി. CPR ഹൈഡ് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, ഇത് ഇവിടം വരെ പോയിട്ടുണ്ട്. അത് മാർക്ക് ചെയ്ത് കാണിക്കാം. ഇതാണ് ഹൈ. CPR ഓൺ കണ്ടില്ലേ, CPRൻ്റെ മുകളിൽ വന്ന് ട്രേഡായിട്ട് തിരിച്ചിറങ്ങി. അവിടുന്ന് ഒരു 303 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താലും നോക്കി ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അത് 13 രൂപ പ്രോഫിറ്റ്. പിന്നെ മൂവ്മെൻ്റ് ഇല്ല, വോളിയം ഇല്ല, ഒന്നുമില്ല. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈമിൽ കയറിപ്പോയി ഹൈ അടിച്ചു തിരിച്ചിറങ്ങി പോകുന്നു. ഈ ലാസ്റ്റ് ടൈമിൽ നമ്മൾ നോർമൽ ട്രേഡ് എടുക്കാറില്ല. നമുക്കത് റിസ്ക് കൂടുതലാണ്. ഷോർട്ട് കവറിങ് ആണെങ്കിൽ പണി കിട്ടും. അങ്ങനെ കുറേ ഷെയറുകളുണ്ടായിരുന്നു. അതുപോലെ റെയിൽടെലിൻ്റെ നമ്മളെടുത്തതിനകത്ത് 7-8 ഷെയർ ഉണ്ടായിരുന്നു. റെയിൽടെലും കണ്ടില്ല, ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയും 6-1 ഏകദേശം അടുത്തടുത്ത്. അതിന് മുകളിൽ ജസ്റ്റ് പറന്ന് കയറിപ്പോയി തിരിച്ച് നേരെ ഇറങ്ങി. നമ്മളിവിടെ വരുമ്പോൾ എൻ്റെ 368 എൻ്റെ എടുത്താൽ 351, 17-18 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ്. പിന്നെ ഇടയ്ക്ക് ആവറേജ് വന്നിട്ട് തിരിച്ചിറങ്ങുന്നതാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ നോക്കിയിരുന്ന് ചെയ്യുന്നവർക്ക് നമുക്ക് എന്തായാലും നമ്മൾ ഈ തരുന്ന ഷെയറിനകത്ത് ഒരു 4-5 ഷെയർ ഈസി ആയിട്ട് കിട്ടും. നോർമൽ ഒരു 15-20 ഷെയർ ആണ് എടുക്കുന്നത്. പിന്നെ മാർക്കറ്റ് ഒരു ഹെവി ഫോളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് 5-10 ഷെയർ കിട്ടും. അതിനകത്ത് നമുക്ക് ചാൻസ് തീരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങളിത് നോക്കി കാര്യങ്ങൾ കണ്ട് പഠിച്ച് മനസ്സിലാക്കി ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.